പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞങ്ങൾ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്, ഒരുപാട് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നു, പല ബുക്കുകൾ വായിക്കുന്നു. പക്ഷേ ആ സമയത്തൊരു മോട്ടിവേഷനൊക്കെ തോന്നും, ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് തോന്നും. പക്ഷേ കുറച്ചങ്ങോട്ട് കഴിയുമ്പം അതില്ലാതെയാവും. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മളെങ്ങനെയാണോ ഒരു കാറിൽ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നത്, അതായത് ഒരു പെട്രോൾ ഫില്ല് ചെയ്ത് ഏകദേശം ദൂരം കഴിയുമ്പോൾ നമ്മളൊരു നിശ്ചിത സമയം ഇടുമ്പോൾ പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും പെട്രോൾ അടിച്ചാൽ മാത്രമേ ഈ വണ്ടി മുന്നോട്ട് പോകും. ദ സെയിം തിങ്സ് നിങ്ങൾക്ക് മോട്ടിവേഷൻ്റെ കാര്യത്തിൽ ആവശ്യമാണ്. നിങ്ങളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ പരിസരത്തു നിന്നൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളൊരു ട്രെയിനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടോ നിരന്തരമായിട്ട് ഇത്തരം വീഡിയോസ് കണ്ടതുകൊണ്ടോ മാത്രമല്ല മോട്ടിവേഷൻ. അതല്ലാതെ നമുക്ക് നമ്മുടെ പരിസരത്തു നിന്നൊക്കെ നമുക്ക് ഈ മോട്ടിവേഷൻ കിട്ടും. ഒരുപാട് വിജയിച്ച ആൾക്കാർ, ജീവിതത്തിൽ പോസിറ്റീവായി തിങ്ക് ചെയ്യുന്നവരുടെ കൂടെ മാക്സിമം കൂട്ടുകൂടുക. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ തള്ളിവിട്ട് നിന്നെക്കൊണ്ടത് പറ്റും, നിനക്കേ പറ്റൂ എന്നൊക്കെ പറയുന്നതിനപ്പുറം നിങ്ങൾക്കൊരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. സ്വയം പ്രചോദിതരാവുക എന്ന് പറയും. നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആണോ? നിങ്ങൾക്ക് സ്വയം പ്രചോദിതരാവാൻ കഴിയുമോ? എങ്കിൽ മാത്രമേ ജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി കഴിയൂ. അല്ലാതെ എപ്പോഴും നിങ്ങളെ തള്ളിത്തരാനോ നിന്നെക്കൊണ്ട് പറ്റും, നിങ്ങൾ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു വരാൻ ഒരാളും കൂടെ ഉണ്ടാവില്ല. എപ്പോഴും സ്വയം പ്രചോദിതരാവാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ, നിങ്ങൾ കൂട്ടുകൂടുന്നവർ മാക്സിമം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നവരുടെ കൂടെ കൂട്ടുകൂടാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും നെഗറ്റീവ് പറയുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സർക്കിളിലാണോ നിങ്ങൾ നിൽക്കുന്നത്, മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഓൾവേസ് ബി പോസിറ്റീവ്.